വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് രസകരമായ കഥ പറയാറുള്ള താരദമ്പതിമാരാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും. സിനിമയിൽ വില്ലനായി അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു സുചിത്ര. പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ജാതകം ചേരില്ല എന്നായിരുന്നു മറ്റൊരു കാരണം. അങ്ങനെ പ്രതിസന്ധികൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഇവർ വിവാഹിതരായി. സകല പ്രതിബന്ധങ്ങളും മറികടന്ന് ദാമ്പത്യം മുന്നോട്ട് പോയി. 1988 വിവാഹിതരായ മോഹൻലാലും സുചിത്രയും ഇന്ന് അവരുടെ 37ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. രാവിലെ തന്നെ ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നത്. വിവാഹ വാർഷിക ആശംസകൾ. പ്രിയപ്പെട്ട സുജി, എന്നും നിന്നോട് നന്ദിയുള്ളവനാണ് ഞാൻ, എന്നും നിന്റേത് മാത്രം എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രത്തിന് അടിക്കുറിപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത്. സിനിമയിൽ നിന്നും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം താരദമ്പതിമാർക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട്. 1988 ഏപ്രിൽ 28-നായിരുന്നു മോഹൻലാലും സുചിത്രയും വിവാഹിതരായത്. അക്കാലത്ത് നടന്ന ഏറ്റവും ആഡംബരമായ വിവാഹമായിരുന്നു അത്. മലയാള സിനിമാ ലോകം മുഴുവനും ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒന്നടങ്കമെത്തിയ ചടങ്ങിലാണ് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇന്നും ഇവരുടെ വിവാഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സാധാരണക്കാർക്ക് പോലും വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. ഇതിലും രസകരം ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന ജാതകമായിരുന്നു. തമിഴിലെ പ്രമുഖ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളായ സുചിത്രയ്ക്ക് മോഹൻലാലിന്റെ സിനിമകൾ കണ്ടതോടെ അദ്ദേഹത്തോട് ക്രഷ് തോന്നുകയായിരുന്നു. അന്ന് സുന്ദരക്കുട്ടപ്പനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കത്തുകൾ അയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കത്തുകൾ വരുന്നത് സുചിത്രയിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ഇതോടെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതം മൂളി. വിവാഹത്തിന് മുന്നോടിയായി ജാതകം നോക്കിയപ്പോഴാണ് ഇത് തമ്മിൽ ചേരില്ല എന്ന് അറിയുന്നത്. ഇതോടെ വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇരുവരും രണ്ടു വഴിക്ക് ആയെങ്കിലും മോഹൻലാലിനെ മനസ്സിൽ കൊണ്ട് നടന്ന സുചിത്ര അദ്ദേഹത്തിന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. കോഴിക്കോടുള്ള ബന്ധുവീട്ടിൽ താമസിക്കാൻ എത്തിയ സുചിത്ര വീണ്ടും മോഹൻലാലിന് വിവാഹാഭ്യർത്ഥന അയച്ചു. ഇതോടെയാണ് വീണ്ടും ജാതകം പരിശോധിക്കുന്നത്. ആദ്യം നോക്കിയ ജാതകത്തിൽ തെറ്റ് പറ്റിയതാണെന്നും ഇരുവർക്കും പൊരുത്തമുള്ള ജാതകമാണെന്നും കണ്ടെത്തി. അങ്ങനെ വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് താരങ്ങൾ എത്തുകയായിരുന്നു. അന്ന് സിനിമയിൽ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിന് ആശംസകൾ നേരുന്നതിനായി അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനുമായി പ്രേം നസീറും മമ്മൂട്ടിയും സോമൻ, റഹ്മാൻ, സുകുമാരൻ, സുരേഷ് ഗോപി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരമായി അദ്ദേഹം വളർന്നു. പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ താരരാജാവ് എന്ന ബഹുമതിയും മോഹൻലാലിന് സ്വന്തമാണ്. എല്ലാ നേട്ടങ്ങൾക്കും പിന്തുണയായി ഭാര്യ സുചിത്രയാണ് കൂടെ നിന്നത്. പൊതുവെ താരപത്നി എന്ന പ്രിവിലേജിൽ നിന്നും മാറി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് സുചിത്ര ചെയ്യുന്നത്. ഭർത്താവ് സിനിമയിൽ സൂപ്പർ താരമായി തിരക്കിൽ നിന്നപ്പോൾ മക്കളുടെ കാര്യവും അമ്മയുടെ കാര്യവും എല്ലാം നോക്കിയത് സുചിത്രയായിരുന്നു. ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള സുചിത്ര വീട്ടിൽ അതിനായി ഒരു ലോകം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്.